തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിട്ട സമയമാണ്. അതോടൊപ്പം വടക്കേ മലബാറിൽ തെയ്യക്കാലം കൂടിയാണ്. പ്രമുഖ തെയ്യം കലാകാരൻ പാരമ്പര്യ അനുഷ്ഠാനങ്ങളെ കൊണ്ട് നടത്തുന്ന സുരേഷ് ബാബു അഞ്ഞൂറ്റാനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. LDF സ്ഥാനാർത്ഥിയായി നീലേശ്വരം നഗരസഭയിലെ 5-ാം വാർഡിൽ നിന്നാണ് അല്ലെ? 5-ാം വാർഡിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുകയാണ്. ഈ തെയ്യക്കാലത്ത് എങ്ങനെയാണ് പ്രചരണവും തെയ്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? തെയ്യക്കാലത്തെ പ്രചരണവും പിന്നെ തെയ്യം ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. തെയ്യം നിശ്ചയ ഡേറ്റിന് നിർബന്ധമായി ഞാൻ കൊണ്ടുപോകുന്നതാണ്. പാരമ്പര്യമായി 10-63 വർഷമായി ഈ മേഖലയിൽ സജീവമായിട്ടുണ്ട്. അതിനടക്കം മൂന്നാമത്തെ വട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ ഇടപെടുന്നത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ടും ഒന്നാണ്. തെയ്യവും അതുപോലെ തന്നെ ഇതും സത്യസന്ധമായ രീതിയിൽ ജനങ്ങളെ സമീപിക്കുകയും അവർക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. സമയം കണ്ടെത്തി ജനങ്ങളെ കാര്യങ്ങൾ എന്നെ സുപരിചിതമാണ്, എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജനങ്ങളെ എൻ്റെ അനുഭവം വെച്ച് ജനങ്ങൾ എന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രമുഖ തെയ്യം കലാകാരനായതിനാൽ തന്നെ എല്ലാ വീടുകളിലും താങ്കളെ അറിയുന്നവരാണ് കൂടുതലുള്ളത്. എല്ലാ വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും എൻ്റെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും കഴിയും. കാരണം നമ്മൾ കളിയാട്ട രംഗങ്ങളിലും മറ്റെങ്കിലും സജീവമായി പങ്കാളിത്തമുള്ളതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലുണ്ട്. നമ്മളിപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളറിയാം, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സമീപിക്കുന്നത്. എങ്ങനെയാണ് ഈ അനുഷ്ഠാന തനിമ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ഈ പൊതുപ്രവർത്തനം വിജയകരമാക്കി മാറ്റുന്നത്? അനുഷ്ഠാനം പിന്നെ രാഷ്ട്രീയം രണ്ടാണ്. അനുഷ്ഠാനം ജൈവസങ്കല്പ കർമ്മസങ്കല്പമാണ്. അത് നമ്മളെ പാരമ്പര്യമായി നമ്മുടെ മനസ്സും നമ്മുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള എൻ്റെ പൗരാവകാശമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ LDF ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇനി ഇടപെട്ട് ചെയ്യുന്നതും നല്ലതിനു വേണ്ടി കള്ളത്തരണവും ഇല്ലാത്ത രീതിയിൽ സത്യസന്ധമായി ചെയ്യാനൊരു അവസരം ഇത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴുള്ള വാർഡിൽ എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മത്സരിക്കുന്ന വാർഡുകളിൽ പൂർണ്ണമല്ല എങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും കണ്ടുകെട്ടി കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരേപോലെ ഞാൻ സമീപിക്കുന്നതാണ് അഭിപ്രായം. തിരുവനന്തപുരത്തിലെ ജനങ്ങളെ അനുഗ്രഹിക്കുന്ന താങ്കൾ ഇപ്പോൾ ജനങ്ങളുടെ അനുഗ്രഹം തേടുകയല്ലേ? അതെ, ഗുണം വരണം എന്ന് പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗുണം വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹം താങ്കൾ തേടുന്നു. ജനങ്ങളെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ജനങ്ങളെ സമീപിക്കുകയാണ്. എന്തായാലും വടക്കേ മലബാറിൽ കളിയാട്ടക്കാലത്തിന്റെ ആരവം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ്. പയ്യന്നൂർ മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള പ്രദേശത്ത് നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലെ പ്രമുഖനായ കോലധാരിയാണ് സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ. അദ്ദേഹം ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി നീലേശ്വരം നഗരസഭയിലെ 5-ാം വാർഡിൽ നിന്നും വീണ്ടും മത്സരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹം വാർഡ് കൗൺസിലറായിരുന്നു. മുൻപ് നീലേശ്വരം നഗരസഭ ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് വാർഡ് അംഗവുമായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ വളരെയേറെ സുപരിചിതമായ ഒരു പ്രവർത്തന പാരമ്പര്യം കൂടി അദ്ദേഹത്തിന് തെയ്യത്തോടൊപ്പമുണ്ട്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, ന്യൂസ്.